കുഞ്ചിക്ക് കിട്ടിയ സമ്മാനം. പണ്ട് പണ്ട് പൊങ്ങണങ്കാട് എന്ന ദേശത്ത് ഒരു ചെറിയ പുൽമേടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചെടികളുള്ള പച്ച പുതച്ച ഒരു താഴ്വരയായിരുന്നു അത്. അവിടെ ഒരു പച്ച പുൽച്ചാടിയും കുഞ്ചി എന്നുള്ള ഒരു ഒച്ചും ഒരു അരണക്കുട്ടനും താമസിച്ചിരുന്നു. അവർ കൂട്ടുകാരായിരുന്നു. ചിലപ്പോഴൊക്കെ അവർ മൂവരും കൂടി വഴക്കുകൂടും. കൂട്ടുകാരെ പോലെ വേഗത്തിൽ നടക്കാൻ കഴിയാത്തതിനാൽ കുഞ്ചിക്ക് എപ്പോഴും വലിയ സങ്കടമായിരുന്നു. വഴക്കു കൂടുമ്പോൾ കൂട്ടുകാർ അവളെ ഇഴജന്തു എന്ന് വിളിച്ച് കളിയാക്കും. അത് കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാതെ കുറെ കരയും. ഒരു ദിവസം രാവിലെ കൂട്ടുകാർ മൂവരും കൂടി തീറ്റ തേടാനും കളിക്കാനുമൊക്കെയായി ദൂരെയുള്ള താഴ്വാരത്തിലേക്ക് പോയി. നടന്ന് പുൽച്ചാടിയും അരണക്കുട്ടനും ദൂരെ എത്തിയിരുന്നു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ചി വളരെ പിന്നിലാണ്. അപ്പോൾ പുൽച്ചാടി പറഞ്ഞു, "ഒന്ന് വേഗം നടക്കു കുഞ്ചി, നീ ഇഴഞ്ഞ് പിടിച്ച് താഴ്വാരത്തിലെത്തുമ്പോഴേക്കും സമയം രാത്രിയോ, പിന്നെ നമുക്ക് കളിക്കാനോ ഭക്ഷണം തേടാനോ സമയമുണ്ടാകില്ല." കുഞ്ചിക്ക് വേഗം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് കഴിയേണ്ടേ? അവർ സങ്കടത്തോടെ കൂട്ടുകാരെ നോക്കി. നടന്ന് അവർ താഴ്വാരത്തിലെത്തി. തിന്നും കളിച്ചും സമയം കടന്നുപോയത് അവർ അറിഞ്ഞില്ല. നേരെ സന്ധ്യയാകാൻ തുടങ്ങിയിരുന്നു. കൂട്ടുകാർ വീട്ടിലേക്ക് തിരിച്ചു പോകവേ വലിയ മഴ പെയ്തു. മൂവരും വേഗം നടക്കാൻ ശ്രമിച്ചെങ്കിലും കുഞ്ചി വളരെ പിന്നിലായി. തണുത്തു വിറച്ചപ്പോൾ പുൽച്ചാടിയും അരണക്കുട്ടനും പറഞ്ഞു, "കുഞ്ചി, നിന്റെ കൂടെ നടന്നാൽ പാതിര കഴിയും വീട്ടിലെത്താൻ. അപ്പോഴേക്കും തണുത്തു വിറച്ച് ഞങ്ങൾ ചാകും. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവുകയാണ്. നീ പതുക്കെ വന്നാൽ മതി." ഇതും പറഞ്ഞു കൂട്ടുകാർ രണ്ടുപേരും വേഗത്തിൽ അവിടെ നിന്ന് പോയി. ഇത് കണ്ട് കുഞ്ചിക്ക് സങ്കടമായി. കോരിച്ചെരിയുന്ന മഴയിൽ അവളുടെ ദേഹത്തേക്ക് മണ്ണും ചെളിയും തെറിച്ചു. അപ്പോൾ അവൾക്ക് തീരെ നടക്കാൻ വയ്യാതെയായി. ഇനി എങ്ങനെ വീട്ടിലെത്തുമെന്നോർത്ത് വിഷമിച്ച് അവൾ കരച്ചിലായി. ആ കരച്ചിൽ കണ്ട് അലിവ് തോന്നിയ ദൈവം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കുഞ്ചിയോട് ചോദിച്ചു, "മോളെ കുഞ്ചി, നീ എന്തിനാണ് ഈ ചെളിയിൽ കിടന്ന് കരയുന്നത്?" അപ്പോൾ കുഞ്ചി പറഞ്ഞു, "ഭഗവാനെ, എന്നെ രക്ഷിക്കണം. മഴ നനഞ്ഞാൽ എനിക്ക് ഒട്ടും നടക്കാനാവില്ല. ഇനി മഴക്കാലമല്ലേ വരാൻ പോകുന്നത്. ഞാൻ എങ്ങനെ പുറത്തിറങ്ങി ഇര തേടും? പിന്നെ ഞാനിങ്ങനെ ഇഴഞ്ഞു നടക്കുന്നത് കൊണ്ട് കൂട്ടുകാർ എന്നെ ഇഴജന്തു എന്ന് വിളിച്ച് പരിഹസിക്കുന്നു. ഈ വിഷമങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കാമോ? പെരുമഴയത്ത് കൂട്ടുകാർ എന്നെ ഉപേക്ഷിച്ചു പോയത് കണ്ടില്ലേ?" അപ്പോൾ ദൈവം പറഞ്ഞു, "കളിയാക്കുന്നവർ കളിയാക്കട്ടെ. അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കോളും. നീ അതോർത്ത് വിഷമിക്കേണ്ട. മഴ നനയാതിരിക്കാനായി ഞാൻ നിനക്കൊരു വീട് തരാം. എവിടെ പോകുമ്പോഴും ആ വീട് നിനക്ക് കൂടെ കൊണ്ടുപോവാം. അപ്പോൾ മഴയോ വെയിലോ നിനക്ക് പ്രശ്നമാവില്ല. എപ്പോൾ വേണമെങ്കിലും നിനക്ക് ആ വീട്ടിൽ കയറി കിടക്കാം. എന്താ, അത് പോരെ?" ദൈവം ചോദിച്ചു. അത് കേട്ട് കുഞ്ചി സമ്മതത്തോടെ തലയാട്ടി. ദൈവം കുഞ്ചിയുടെ പുറത്ത് ഒന്ന് തലോടി. പെട്ടെന്ന് അവളുടെ പുറത്ത് ഒരു കൂട് പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് കുഞ്ചിക്ക് സന്തോഷമായി. അവൾ ദൈവത്തെ വണങ്ങി സന്തോഷത്തോടെ നടന്നു. അന്നു മുതലാണ് ഒച്ചുകൾക്ക് പുറത്തു കൂടുണ്ടായത്.